എടാ, ഇനി നീ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ നീ ഒരു ഡോക്ടറെ കാണും. അതെന്തിനാച്ചാ? നിന്റെ തലയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലേ ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുവോടാ? ഭാര്യ പോയതിന്റെ സന്തോഷമാണോടാ നീ പ്രകടിപ്പിക്കുന്നത്? അതൊന്നും അല്ല ചാ. അതിലുപരി ഒരുത്തിക്ക് മനം പുരട്ടലും ഓക്കാനൊക്കെ തുടങ്ങി മഹാലക്ഷ്മിക്ക്. പാൽപായസേ അവളാണല്ലോ കൂടുതൽ കുടിച്ചത്. കണ്ണനിനി മെല്ലെ തുടങ്ങത്തേ ഉള്ളൂ. എടാ, സാവകാശം അത് പ്രവർത്തിച്ചു തുടങ്ങൂന്നല്ലേ പ്രതാപൻ നിന്നോട് പറഞ്ഞത്? പാൽപായസ കൊതിയുള്ളവൾ ആർത്തിയോട് അത് കുടിച്ചപ്പോ വിഷം കൂടുതൽ ഉള്ളിൽ ചെന്ന് കാണുവച്ചാ. പിന്നെ കണ്ണന്റെ കാര്യം അറിയാലോ. അവൻ ഈ പായസമൊക്കെ ചെറുതായിട്ടൊന്ന് നുണയത്തേ ഉള്ളൂ. അതുകൊണ്ട് അവൻ 1-2 ദിവസമൊക്കെ പിടിക്കും ഇളക്കം തുടങ്ങാൻ. സംഗതിയൊക്കെ ശരിയാ. ഇത്തവണ വെളുക്കാൻ തേച്ചത് പാണ്ടാവോടാ? നമ്മൾ ചില വാർത്തകൾ കേൾക്കാൻ കുറെ നാളായിട്ട് കൊതിക്കുക. ഇത്തവണ അതുണ്ടാവും. സാഗർ പോലീസ് സ്റ്റേഷനില്, മഹാലക്ഷ്മി ഹോസ്പിറ്റലില്, പിന്നാലെ കണ്ണനും. അതിനുശേഷം ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എനിക്ക്. അതാ മാർക്കോയെ മാറ്റി നിർത്താനാ. പോലീസിന് പോലും അവനെ പേടിയാന്നാ പറഞ്ഞത്. അച്ഛാ, ഈ ചങ്കുള്ളവന്മാർക്ക് ആയുസ് കുറവാ. മാർക്കോയുടെ കാര്യവും അങ്ങനെ തന്നെ. ആയുസ് കുറഞ്ഞ അവൻ ആടി തീർക്കുക അവന്റെ ഉള്ള ആയുസ്. മേഘ, എനിക്കിപ്പ 2 മനസ്സാ. സ്വത്തിനും പണത്തിനും വേണ്ടി ഞാൻ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ ഒരുപാടാ, അതും എന്റെ നല്ല പ്രായത്തിൽ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയെല്ലാം നമ്മുടെ കൈപിടിയിൽ ഒതുക്കാൻ കഴിയണമെങ്കിൽ അതിനു മുകളിൽ ഒരാൾ കൂടി വിചാരിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവരാച്ച നമ്മള്. അതുകൊണ്ട് ഇനി എന്ത് കിട്ടിയാലും നമുക്കത് നേട്ടമാ. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാ ഞാൻ. ആ നേരത്ത് എന്നെ വഴിമുടക്കുന്ന രീതിയിലുള്ള സംസാരം അച്ഛൻ എന്നോട് സംസാരിക്കരുത്. ഞാനും പ്രതാപനങ്ങളും കൂടെ നന്നായി കൂടിയൊരു രാത്രിയില്, അതായത് മഹാലക്ഷ്മിയുടെ ചിത കത്തിച്ച ആ രാത്രിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അന്ന് അറിയാതെ പ്രതാപനങ്ങളുടെ വായിന്ന് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു. അതിലെനിക്ക് പുതുമയൊന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ചില നേരത്ത് ഒളിഞ്ഞും തെളിഞ്ഞും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്താടാ? കണ്ണന്റെ അച്ഛൻ എങ്ങനെയാ അച്ഛൻ മരിച്ചത്? അതൊന്നുകൂടെ ഒന്ന് വിശദാക്കാവോ? എടാ, അന്നൊരു തൃക്കാർത്തികയായിരുന്നു. വൃശ്ചികത്തിലെ തൃക്കാർത്തിക. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ നിനക്ക്? അന്നാണല്ലോ കണ്ണന്റെ പിറന്നാള്. തുലാമാസത്തിലെ മൂലം ഞാൻ, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക അവൻ. ഞങ്ങള് തമ്മിൽ 1 മാസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ. അന്ന് കണ്ണന് പിറന്നാൾ സമ്മാനമായിട്ട് കിട്ടിയത് അവന്റെ അച്ഛന്റെ ബോഡിയാടാ. അന്ന് എന്റെയും നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോ ഇരുട്ടിലൂടെ ഒരുത്തൻ എന്നെ തുറിച്ചു നോക്കുന്നത് പോലൊരു തോന്നൽ. ആരുടെ കാര്യം അച്ഛനീ പറയുന്നത്? കണ്ണന്റെ അച്ഛന്റെ കാര്യം. മരിച്ചവൻ ഇനി തിരിച്ചു വരില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ അടുത്തേക്ക് അയക്കാൻ പറ്റിയേക്കും. കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ഇരുട്ടിലൂടെ തുറച്ചു നോക്കുന്ന അവന്റെ അച്ഛന്റെ അരികിലേക്ക് എത്തണം. അതിനു വേണ്ടിട്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വഴിയിലൂടെയൊക്കെ പോവച്ച ഞാൻ. ഈ കളിയുടെ അന്തിമ വിജയം അത് നമുക്ക് തന്നെ ആയിരിക്കും.